ईश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ആത്മബോധത്തിൽ അവസാനത്തെ ഭാഗം. സർവകം സച്ചിദാനന്ദം. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർനിരീക്ഷതേ അജ്ഞാനചക്ഷുർനേക്ഷത ഭാസ്വന്തം ഭാനുമന്ധവത്. അവിടെ ശരിക്കും സച്ചിദാത്മാവിനെ ജ്ഞാനദൃഷ്ടിയുള്ളവൻ ശരിയായിട്ട് കാണുന്നു, അല്ലാത്തവൻ അജ്ഞാനി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ കണ്ണ് കാണാത്തവൻ എന്നോണം കാണുന്നില്ല എന്ന് പറയുകയാണ്. കണ്ണ് കാണാത്തവന് പ്രകാശിച്ചിരിക്കുന്ന സൂര്യനെ കാണാത്തതുപോലെ നമ്മളിൽ ഒക്കെ നാം ആയി പ്രവർത്തിക്കുന്ന യാതൊരു ചൈതന്യമാണോ അതിനെ അറിയാതെ, ഉണ്മയെ അറിയാതെ, സത്യത്തെ അറിയാതെ ആ സത്യത്തെ അന്വേഷിച്ച് പുറമേക്ക് പോവുകയാണ് എന്ന് പറയുക. ആത്മയാഥാത്മ്യം പറയുന്ന ഭാവം അവസാനം. എന്താണ് ആത്മാ? അപ്പൊ ആത്മാ പലതില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ആ ഉണ്മയെക്കുറിച്ച് ഇവിടെ ഈശ്വര സങ്കല്പം എന്നുള്ളത്, ഈശ്വരൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് ബ്രഹ്മം എന്നുള്ളത് ഓർമ്മിക്കപ്പെടുന്നത്. ഈശ്വരൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് ബ്രഹ്മം എന്നുള്ളത് ഓർമ്മിക്കപ്പെടുന്നത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ ചെയ്യാൻ ഒരു ജഗത്തുള്ളപ്പോഴേ ഈശ്വരൻ എന്ന ശബ്ദം ഉപയോഗിക്കുന്നുള്ളൂ. ബ്രഹ്മം എന്നുള്ളത് വാസ്തവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു, അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മ പ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം. ഇത് തുരീയ അവസ്ഥയല്ല, തുരീയ അനുഭവമാണ്. തുരീയം അവസ്ഥയായിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ വേറൊരവസ്ഥയും കൂടി ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇത് അനുഭവമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു അനുഭവ അവസാനത്വാത് ബ്രഹ്മവിജ്ഞാനസ്യ എന്ന് മുമ്പ് പഠിച്ചു. ഈ അനുഭവം എന്നുള്ളത് അനുഭവ അവസാനത്വാത് ബ്രഹ്മവിജ്ഞാനസ്യ, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. ഏത്? ബ്രഹ്മവിജ്ഞാനം. സ്വാനുഭവത്തിൽ നിന്നാണ്. ഈ സ്വാനുഭവം എന്തുകൊണ്ട് നമുക്ക് ആവുന്നില്ല, എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, സൂര്യൻ ഉണ്ടെങ്കിലും കണ്ണ് കാണാത്തവനെ സംബന്ധിച്ച് ആ സൂര്യനെ കാണുന്നില്ല എന്നതുപോലെ ഉള്ളതായ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പലതും ഓർക്കണം. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന അന്വേഷണം, അതിൽ നിന്നാണ് ഈ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് ഇന്നും നിലയും തുടങ്ങിയതുമല്ല, അനാദിയായി തുടങ്ങിയതാണ്. പല വഴികളിലൂടെ മനുഷ്യനാണോ, ഏതൊരു മനുഷ്യനാണോ, മനുഷ്യൻ ജന്മം കൊണ്ട അന്ന് മുതൽ, മനുഷ്യനെ ആവിർഭവിച്ച അന്ന് മുതൽ അന്നുള്ള അന്വേഷണമാണ് ഏത്? ബ്രഹ്മജിജ്ഞാസ്, ബ്രഹ്മാന്വേഷണം. അതിന് പല വഴികളിലൂടെ പോയി. അതിൽ ബാലന്മാരാണ് പറയുന്നത് എന്ത്? ഭൗതികമെന്നും ആധ്യാത്മികമെന്നും രണ്ടായി തിരിക്കുന്നത്. പണ്ഡിതന്മാർ പറയാറില്ല. പണ്ഡ ആത്മവിഷയാജ്ഞാനം പണ്ഡിത. ആത്മവിഷയമുള്ളവർ, പണ്ഡിതന്മാർ അത് പറയാറില്ല. കുട്ടികളാണ് പറയാറ് എന്ത്? ഇതൊക്കെ ഇതൊക്കെ പലതാണെന്ന്. എന്തുകൊണ്ട്? ലക്ഷ്യം ഏകമായതുകൊണ്ട്, അദ്വിതീയമായതുകൊണ്ട്. ആ ലക്ഷ്യം ദൂരെയല്ല. ദൂരെയല്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അത് എന്തായി? ദൂരെയാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അടുത്തുമാണെന്ന് പറഞ്ഞു. ഉള്ളിലാണെന്ന് പറഞ്ഞു പുറത്താണെന്ന് പറഞ്ഞു. തദ്ദൂരേ തദന്തികേ തദന്തരസ്യ സർവസ്യ സർവസ്യാസ്യ ബാഹ്യത എന്നൊക്കെ ഉപനിഷത്ത് പറയുന്ന ആ വാക്യങ്ങളെ. അപ്പോൾ അത് ദൂരെയാണ് ഉടനെ തന്നെ അടുത്തുമാണെന്ന് പറയുമ്പോൾ അത് ദൂരെയുമല്ല അടുത്തുമല്ല എന്നർത്ഥം മനസ്സിലാക്കണം.
അത് ചലിക്കുന്നതാണ്, അത് ചലിക്കാത്തതാണ്. തദ്ദേജതി തന്നൈജതി തദ്ദൂരേ അന്ന് ഉള്ള ഉപനിഷത്ത് വാക്യങ്ങൾ ഓർക്കപ്പെടുന്നു. ഉപനിഷത്തിൽ ഒരുപാട് ശ്രുതികളെ ഓർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാം കൂടി സമന്വയിച്ച് ഒരു ദൃഷ്ടി ഉണ്ടാക്കി തരിക ചെയ്യുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തുകൾ പഠിക്കാൻ നല്ല സുഖം ഉണ്ടാവും എന്നർത്ഥം. പ്രകരണ ഗ്രന്ഥങ്ങൾക്കുള്ളൊരു ഗുണം അതാണ്. അതിനെ പഠിക്കാനുള്ളൊരു സഹായമാണത്. ഏകശ്ലോകി മുതൽ 2000 ശ്ലോകങ്ങളുള്ള സർവ്വ വേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം വരെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളും ഇതിനു വേണ്ടിയുള്ളതാണ്. അതിനെ സഹായിക്കാനുള്ളവരാണ്. അതിൽ മുഖ്യമായിട്ട് ആത്മയാഥാത്മ്യത്തെ തന്നെ പറയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത് എന്നു ഈ ഉപസംഹാര വേളയിൽ നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർക്കണ സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ്. ബ്രഹ്മം എന്താണെന്നുള്ളതിൽ ഏകദേശ ധാരണ വന്ന ഒരാൾക്ക് അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ഇവിടെ എത്രത്തോളം ആ ബ്രഹ്മതത്വത്തെക്കുറിച്ച് ഒരാൾ അറിയുന്നുവോ, ആത്മനിഷ്ഠനാകുന്നുവോ, അത്ര കണ്ട് അയാൾ നിർഭയനും പിന്നെന്തായിത്തീരും, സൗമ്യനും കാരുണ്യവാനും ആയിരിക്കും. എന്താണ് ഒരാളിൽ ബ്രഹ്മജിജ്ഞാസ ജനിക്കുന്നുണ്ട് എന്നതിന് പ്രത്യക്ഷ ഉദാഹരണം എന്തെന്ന് ചോദിച്ചാൽ അയാൾ ആരായിരിക്കും? നിർഭയനായിരിക്കും. ഭയം കുറഞ്ഞു വരും, ഇല്ലാതെയാവും, പിന്നെ നിർഭയനാവും. നിർഭയത്വമാണ് ഏത്? ആത്മതത്വാന്വേഷണത്തിന്റെ ഒരു പൂർണ്ണതയിലുണ്ടാവുന്ന ഭാവം. അപ്പൊ പൂർണ്ണതയിൽ മാത്രമാണോ? അതിലൂടെ പോകുമ്പോൾ തന്നെ ഭയം ഇല്ലാതാവുക. ആദ്യം ഉണ്ടായ ഭയം ഇല്ല, രണ്ടാമത് ഒന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. ഏകത്വത്തെ ദർശിക്കുന്ന ആൾക്ക് പിന്നെ എന്ത് ശോകം, എന്ത് മോഹം? ശോകവും മോഹവും ഇല്ലെങ്കിൽ പിന്നെ എന്തിൽ നിന്ന് എങ്ങനെ ഭയക്കും? ഇതാ ചോദ്യം. അതുകൊണ്ട് നിർഭയനാണ് അയാൾ. പോരാ, നിർഭയനാണെന്നുള്ളതുകൊണ്ട് അയാൾ ക്രൂരനല്ല. പിന്നെ ആരാണ്? സൗമ്യനാണ്, പ്രിയദർശനനാണ്. പിന്നെയോ കാരുണ്യശാലിയുമായിരിക്കും. സ്വാഭാവികമാണത്. ഇതിനെ തന്നെയാണ് ഗീത പറയുക, വിദ്യ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ സ്വപാകേറ്റ പണ്ഡിത സമദർശിന. എല്ലാറ്റിലും സമത്വത്തെ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഒന്ന് എന്നർത്ഥം, എല്ലാറ്റിലും ഒന്നിനെ ദർശിച്ചിട്ട് എന്നർത്ഥം എടുക്കണം. എല്ലാറ്റിലും ഒന്നിനെ ദർശിച്ചിട്ട്, സർവത്തിലും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അല്ലെങ്കിൽ പിപീലിക വരെ അല്ലെങ്കിൽ എന്തൊന്നുണ്ടോ അതിലെല്ലാം ഈ ആത്മദൃഷ്ടി ഉറച്ചിട്ട്, ഇനി ആ ആത്മദൃഷ്ടി തന്നിലാണെന്ന് അറിഞ്ഞിട്ട്, തന്നിലുള്ളത് തന്നെയാണ് എല്ലാറ്റിലും കാണുന്നതെന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ അതിലുള്ളതാണ് തന്നിലുള്ളതെന്ന് അറിഞ്ഞ്, എങ്ങനെയായാലും കുഴപ്പമില്ല, അങ്ങനെ അറിഞ്ഞിട്ട് ഈ സർവ്വവ്യാപിയായ സച്ചിദാത്മാവിനെ, സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ സത്തായിട്ട് ജഡമെന്ന് പറയുന്ന പദാർത്ഥത്തിൽ പോലും ആ ചൈതന്യമുണ്ട്, ആ ഉണ്മയുണ്ട്, അസ്തിത്വം. ഇനി വളരുന്ന മരത്തിൽ പോലും എന്തുണ്ട്? മറ്റു ജീവികളിൽ പോലും ഏത്? പശുവിലും അല്ലേ, നായയിലും ആനയിലും ഒക്കെ ഏതുണ്ട്? സത്തും ചിത്തുമുണ്ട്. മനുഷ്യനിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സത്തും ചിത്തും ആനന്ദവും പ്രകടമായി കാണാം. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയാ? മനുഷ്യനിലാണ്. മനുഷ്യനിൽ മനസ്സിലാക്കാനല്ലേ എളുപ്പം. മനുഷ്യനിൽ ആദ്യം മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും. മറ്റുള്ളവർ കഴിയല്ലേ എന്ന് അവിടെ ഇരിക്കട്ടെ. മനുഷ്യന് മനസ്സിലാക്കാൻ മനുഷ്യരൂപത്തിലുള്ള ഈശ്വരനെയാണ്. അതുകൊണ്ട് മത്സ്യവും കൂർമ്മവും വരാഹവും ഒക്കെ മത്സ്യരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അങ്ങനെ ക്രമേണ അയാൾ എല്ലാറ്റിലും ആ ഈശ്വര ദർശനം ഉള്ളവനായിത്തീരുന്നു. ഇവിടെ ചൈതന്യം ഏകമാണെങ്കിലും ജീവന്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. അത് ഉപാധിഗതമാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടാണ് ഏത്? പലരും പലതുമായി തീർന്നിരിക്കുന്നത്. പിന്നെ ഉപാധിരഹിതമായി ചിന്തിക്കുമ്പോൾ എന്താണ്? അവിടെ ബ്രഹ്മം, ഈശ്വരൻ പലതില്ല എന്നാണ്. ഇങ്ങനെ ജ്ഞാനദൃഷ്ടിയുള്ളവനാണ് അത് കാണുന്നത്. ജ്ഞാനദൃഷ്ടിയുള്ളവൻ സദാ സർവഗതോപ്യാത്മാന സർവത്ര അവഭാസതേ എന്ന് ഇതിനു മുമ്പ് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. പുനരുക്തി ആത്മവിഷയത്തിൽ ഒരു ദോഷമില്ലെന്ന് ആചാര്യൻ തന്നെ അദ്ദേഹത്തിന്റെ ഗീതാഭാഷ്യത്തിലും പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വേറെയുള്ള ശാസ്ത്രങ്ങളിലൊക്കെ ആണെങ്കിൽ വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ അത് ദോഷമാണ്. ഇവിടെ അതില്ല. പിന്നെ മന്ത്രാണാം ജാമിത അസ്തി എന്ന് ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രത്തിൽ കാണാൻ പറ്റും. മന്ത്രങ്ങൾക്ക് ജാമിത ഇല്ല എന്ന്, ഇത് ലജ്ജയില്ല. എത്ര വേണമെങ്കിലും പറയാൻ ഒരു മടിയില്ല. അതുകൊണ്ട് വീണ്ടും ഇത് തന്നെ പറയുന്നുള്ളൂ. എന്തിന്? വീണ്ടും കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട്. എന്നാണോ കേൾക്കലില്ലാതാവുന്നത് അന്ന് അയാൾ എന്തായി? അറിഞ്ഞു. ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വ എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തെളിഞ്ഞതായ ജ്ഞാനം കൊണ്ട്, ഈ വിശുദ്ധമായ അന്ധകരണമുണ്ട്. ജ്ഞാനം ഉൽപ്പദ്യതേ പുംസാം ക്ഷയാത്
പാപസ്യ കർമ്മണ എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ജ്ഞാനം ഉൽപ്പദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണ. ജ്ഞാനം ഉൽപാദ്യം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ പരിമിതി കൊണ്ട് പറയാം. പാപങ്ങളെല്ലാം ഇല്ലാതായി. ഒരു വിജ്ഞാനിയെ ഒരു വിധത്തിലും പാപം പറ്റുന്നില്ല. പത്മപത്രം ഇവാംബസ എന്ന് ഗീതയും പറയും. പത്മപത്രത്തിൽ താമരയിലയിൽ വെള്ളം പറ്റാത്തതുപോലെ വെള്ളം നിൽക്കും, പക്ഷെ വെള്ളം ഉരുണ്ടു പോകും. അതായത് വേറെ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഇതുപോലെ ജ്ഞാനത്തെ, വിജ്ഞാനിയെ ഒരു പാപവും പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണ് പാപത്തിന് കാരണം? അജ്ഞാനമാണ്. അജ്ഞാനം കൊണ്ടാണ് പാപം ചെയ്യുന്നത്. അജ്ഞാനത്തെ നീക്കാൻ ഒറ്റ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഏത്? ജ്ഞാനം. ഇരുട്ട് നീക്കാൻ വെളിച്ചം എന്ന പോലെ, അല്ലാതെ ഇരുട്ട് നീക്കാൻ വേറെ ഒരു വഴിയില്ല. അപ്പൊ ചോദ്യം, ജ്ഞാനം മാത്രം മതിയോ? അത് ജ്ഞാനമാർഗാവലംബികൾ പറയുന്നതല്ലേ? അങ്ങനെ ചില ചോദ്യം വരാം. അല്ല, എല്ലാം അനുക്രമം എന്നോണം ആ ജ്ഞാനത്തിൽ എത്താനുള്ളതാണ്. അതോട് ഒന്നിനെയും തള്ളുന്നില്ല. ജ്ഞാനമേവതു കൈവല്യം എന്ന് ശ്രുതി. അറിവ് മാത്രമാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അറിവിലാണ് അത് നിലകൊള്ളുന്നത്. ഭാ ദീപ്തോ തസ്യ രമതേ ഇതി ഭാരത. അറിവാണ് ഇത് ഭാരത സംസ്കൃതി എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ അറിവ് മാത്രം മതി. അവിടെ അറിവെന്നും ഭക്തി എന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളാ പറയുന്നത്. വാസ്തവത്തിൽ ഏതാണ്? അറിവ് കൂടാത്ത ഭക്തി കൊണ്ടും ഭക്തിയില്ലാത്ത അറിവ് കൊണ്ടും ഒന്നും നമ്മൾ ലക്ഷ്യത്തിലെ എത്തുന്നില്ല. എന്നാൽ ശരിക്ക് പറയേണ്ടത് ഏതാണ്? എല്ലാം അനുക്രമം എന്നോണം ഏത് നമ്മൾ പറയുന്ന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ളത് തന്നെയാണ്. ഏതിന്? ജ്ഞാനം ഉൽപ്പദ്യതേ. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത്, അവിടെ ഫലകാമനയോട് കൂടി ചെയ്യപ്പെടുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാലിന്യം കൂടുന്നുണ്ട്. അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ട്, അന്ധക്കരണത്തിന്റെ വിശുദ്ധിക്കായിക്കൊണ്ട് സർവകർമ്മങ്ങളും സർവ പാഠനങ്ങളുമായി തീരട്ടെ. അവിടെ മറ്റൊന്നും ആവരുതേ എന്ന് പറയാം. അത് പറഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനം അവിവേകികൾക്ക് ഉണ്ടാകുന്നതല്ലെന്നും നേരെ മറിച്ച് ശുദ്ധാന്തകരണന്മാരായ വിവേകികൾക്കാണ് ഉണ്ടാകുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. അടുത്തതായി ശ്രവണാദികളാണ് ജ്ഞാനസാധനങ്ങളെന്ന് പറയുകയായിരുന്നു. ഇനി ജ്ഞാനസാധനങ്ങളെ കുറിച്ച് പറയാം. ഈ മഹത്തായ ജ്ഞാനനിഷ്ഠയിലേക്ക്, ജ്ഞാനനിഷ്ഠ എത്രയ്ക്കുണ്ടോ അത്ര കണ്ട് അയാൾ നിർഭയനും സൗമ്യനും കാരുണ്യശാലിയുമായിരിക്കും എന്നുള്ളതിനെ പിൻപറ്റി പറയുക. അപ്പോഴേക്കും നമുക്കൊരു ജിജ്ഞാസ, ഓ അങ്ങനെയാണോ, എന്നാൽ എനിക്ക് അത്രയും ജ്ഞാനനിഷ്ഠനാവണം എങ്കിൽ അതിനുള്ള വഴി എന്താണ്? ഇത് പുരാണങ്ങളിൽ ഇപ്പോൾ ഭാഗവതത്തിലൊക്കെ പറഞ്ഞ പോലെ, പ്രഹ്ലാദനൊക്കെ പറഞ്ഞ പോലെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേറൊരു വിധത്തിൽ പറയാണ്, ശ്രവണാദിഭിരുദ്ദീപ്തം ജ്ഞാനാഗ്നി പരിതാപിത ജീവ സർവമലാൻമുക്ത സ്വർണവദ്യോദയേ സ്വയം. ഇവിടെ ശ്രവണാദിഭി ഉദ്ദീപ്ത, ഇവിടെ ശ്രവണാദികളാൽ ഉദ്ദീപിപ്പിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് നല്ലവണ്ണം ചൂടുപിടിപ്പിക്കപ്പെട്ട ജീവൻ എങ്ങനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തനായിട്ട് സ്വർണം പോലെ സ്വയം പ്രകാശിക്കുന്നു. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. പ്രഭ എറിയുന്ന സ്വർണം കുറച്ചു കാലം ചളി പറ്റിക്കിടന്നാൽ അതിന്റെ പ്രഭ മങ്ങുന്നത് പോലെ, വാസ്തവത്തിൽ മങ്ങിയിട്ടില്ല, അതിന്റെ പ്രഭ എങ്ങും മങ്ങിയില്ല. അതുപോലെ ഈ ആത്മ ആണ് എല്ലാറ്റിലും പ്രകാശിക്കുന്നത് എന്ന തിരിച്ചറിവില്ലായ്മ കൊണ്ട്, തിരിച്ചറിവാണ് വേദാന്തം ഉപദേശിക്കുന്നത്. അറിവ് നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ആവണമെങ്കിൽ എന്ത് വേണം? അതിനു വേണ്ടിയാണ് ശ്രവണം തുടങ്ങിയ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി. ശ്രവണാദി എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രവണം തുടങ്ങിയ എന്ന് മനസ്സിലാക്കണം. അവിടെ ശ്രവണവും കീർത്തനവും സ്മരണവും പാദസേവനവും അർച്ചനവും വന്ദനവും ദാസ്യവും എല്ലാം വന്നു. അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം അതിൽ വന്നു കഴിഞ്ഞു. ലക്ഷ്യബോധത്തോടു കൂടി ഏതൊരു മാർഗത്തിൽ സഞ്ചരിക്കുന്നുവോ അതെല്ലാം സാധനയാണ്. ലക്ഷ്യബോധം ഇല്ലാതെ ഏതൊരു മാർഗത്തിൽ സഞ്ചരിച്ചാലും അയാൾ സാധകനല്ല. സാധക എന്ന് പറയാട്ടോ, കാരണം അയാൾക്ക് പലതും സാധിക്കാനുണ്ടാവും, അതുകൊണ്ട് അയാൾ സാധകനാണ്. പക്ഷെ ജന്മലക്ഷ്യം മോക്ഷമാണെന്ന് ഇവിടെ ബുദ്ധിതലത്തിൽ അറിഞ്ഞ ഒരു സാധകൻ. അപ്പൊ ഈ ശ്രവണം കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. എന്ത്? സ്വർഗമാണ്, മോക്ഷമാണ്,
അല്ലെങ്കിൽ ചില വൈകുണ്ഠാദി കൈലാസാദി ലോകഗമനമാണ്, അല്ലെങ്കിൽ ചിലതൊക്കെ കിട്ടിയാൽ എനിക്ക് ആനന്ദം ഉണ്ടാവും എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന പരിമിതമായ ജീവൻ ക്രമേണ ക്രമേണ എന്ത് ചെയ്യുന്നു? ഇതൊന്നും അല്ല, ഇതുകൊണ്ടൊന്നും സുഖമല്ല ഉണ്ടാവുന്നത്, ഇത് പരിണാമത്തിൽ ദുഃഖമാണ് എന്ന് തിരിച്ചറിയുന്നു. എവിടെ? തിയറി കൊണ്ടും പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോഴും. അതാണല്ലോ അനുഭവ അവസാനത്താത് എന്ന് പറഞ്ഞത്. അനുഭവങ്ങളെ വിലയിരുത്താൻ കഴിയുന്ന ആൾക്ക്, വിശേഷബുദ്ധിയുള്ള ഒരാൾക്ക്, വിശേഷബുദ്ധിയുള്ള മനുഷ്യന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ, ഓ ഈ പറഞ്ഞത് ശരിയാണല്ലോ, ഇന്ന് വരെ ആരും ഇതുകൊണ്ടൊന്നും തൃപ്തരായിട്ടില്ലല്ലോ, പിന്നെ വിത്തേന തർപ്പണീയോ മനുഷ്യ, വിത്തം കൊണ്ടോ ധനം കൊണ്ടോ തൃപ്തനാക്കപ്പെടുന്നവൻ അല്ലല്ലോ മാനവൻ. ഇതറിയുന്നത് വരെ അതൊക്കെ വേണം, ഒളിച്ചോടാൻ പാടില്ല. ഇതുകൊണ്ട് സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളതിന്റെ പിന്നാലെ പോവുക വേണം. എന്നിട്ട് ഈ അനുഭവങ്ങളെ വിലയിരുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ അല്ലാതെ ഭയപ്പെട്ടു ഓടരുത്. അതെനിക്ക് ദുഃഖം തരും, അതുകൊണ്ട് ഞാൻ കൊല്ലാപ്പിലാവും എന്ന് വിചാരിച്ച് ആരും കർമ്മമേഖലയിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ അയാൾ അതിലേറെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊന്നും വയ്യ എന്ന് വിചാരിച്ച് ശരീരത്തിൽ ആത്മാവെന്നുള്ള ബോധം വെച്ച് ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് രക്ഷയില്ല, അതും അപകടമാണ്. അപ്പൊ വിവേകി ആത്മഹത്യ ചെയ്യുന്നില്ല, വിവേകി കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. പിന്നെ എന്തേ വഴിയുള്ളൂ? കർമ്മം ചെയ്ത് തന്നെ 100 വർഷക്കാലം ജീവിക്കാൻ ഇച്ഛിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കും വേണം. പിന്നെന്ത് വേണം? ഒരിക്കലും കപടനാവരുത്, പരമാവധി ജീവിക്കാൻ ഇച്ഛിക്കണം, മരിക്കാൻ ആരും ഇച്ഛിക്കേണ്ട എന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ജീവിച്ച ഉപനിഷത്ത് വാക്യങ്ങളെ സാധൂകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അനുഭവിച്ചിട്ട് ഇത് ശരിയല്ല എന്നറിയാം, എന്നാലും ശരിയാണ് എന്നുള്ള ചെറിയൊരു തോന്നലുള്ളപ്പോൾ പോലും എന്ത് വേണം? അതിലേക്ക് പോകണം. ആ ഒരു ഓർമ്മ ഒരിക്കലും കളയും വേണ്ട. അങ്ങനെ ചൂട് പിടിപ്പിക്കണം. എന്താ തപസ് എന്ന് ചോദിച്ചാൽ എന്താ? മനസശ്ചേന്ദ്രിയാണാം ഐജാഗ്ര്യം പരമം തപ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതമമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെ പ്രാപിക്കാൻ ഉതകുന്ന യാതൊന്നുണ്ടോ അതൊക്കെ തപസ്സാണ്. ഗീതയിൽ തപസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സാധ്യായാഭ്യസനം ജൈവ വാഗ്മയം തപൗച്യതേ മനപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവ സംശുദ്ധിരിത്യേത് തപോമാന സമുച്യതേ ദേവദ്വിജ ഗുരുപ്രാജ്ഞ ശൗചം ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസ ശാരീരം തപൗച്യതേ. ഇത് മൂന്നും കൂടി ആ ഒരു തപസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ കാണുന്ന തിങ്കളാഴ്ച വ്രതവും അതുപോലെ അല്ലേ എന്താ ശക്തിവ്രതവും അതേപോലെ ഏകാദശി വ്രതവും ഇതൊക്കെ കാപട്യം ഇല്ലാതെ ഉദ്ദേശശുദ്ധിയോടുകൂടി ആരനുഷ്ഠിക്കുന്നുവോ അവരൊക്കെ ചെയ്യുന്നത് തപസ്സാണ്. ഒരാൾ സഹസ്രനാമം ജപിക്കുന്നുണ്ടെങ്കിൽ അതും തപസ്സാണ്. പക്ഷെ ഇതൊന്ന് വേറെ അതൊന്ന് വേറെ എന്ന് വിചാരിച്ച് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്ധകരണ ശുദ്ധി എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അതിലൂടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഫലകാമന ഇല്ലാതെ ആര് ചെയ്യുന്നുവോ അവർക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. പൂർണ്ണമായ ലക്ഷ്യത്തിലെത്താൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ആരും പിന്തിരിയേണ്ട. എന്തുകൊണ്ട്? ആ ബ്രഹ്മവിജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പോലും അയാൾ കാരുണ്യശാലിയും നിർഭയനുമായി തീരുന്നു. ഇത്രയും കൂട്ടി വായിച്ചു കഴിഞ്ഞു. ആ ബ്രഹ്മജിജ്ഞാസ കൂടുതൽ കൂടുതൽ നമ്മെ ഉണ്ടാവുന്നു, ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ കൂടുതൽ കൂടുതൽ അതിനായിക്കൊണ്ടുള്ള ശ്രവണാദികളിൽ മുഴുകുന്നു എന്നർത്ഥം. അപ്പോ അതില് മനന നിധിധ്യാസനങ്ങളിലൂടെ ശ്രവണം മനനം നിധിധ്യാസനം എന്നൊരു ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുക. വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ അതാണ്. അപ്പൊ ശ്രവിച്ചതിനെ എന്ത് ചെയ്യണം? അതേപോലെ വെക്കരുത്. പോയിട്ട് ഒരു 10 പ്രാവശ്യം അയവറക്കണം. കന്നുകാലികളെ കയവറക്കണ പോലെ അല്ലേ? ഒരു പ്രാവശ്യം കഴിച്ചു, പിന്നെ അത് പിന്നെയും കൊണ്ടുവന്നു, പിന്നെ അതൊന്ന് അരച്ചു, പിന്നെയും കഴിച്ചു, ഇങ്ങനെ പല പ്രാവശ്യം. കേൾക്കലല്ല മുഖ്യം, കേട്ടതിനെ എന്താ ഞാൻ കേട്ടത്, ഞാൻ ഇത്രയും സമയം വെറുതെ കളഞ്ഞു, എന്താണ് കേട്ടത് മുഴുവൻ വന്നോളന്നില്ല. കുറേ കാലം കേട്ടു എന്നുള്ളത് വലിയ ക്യാമൊന്നുമല്ല. കേട്ടതെന്ന് കേൾക്കുന്നത് വളരെ കുറവായിരിക്കും. എല്ലാം എനിക്ക് അരിച്ചെടുക്കാൻ കഴിയും അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നമ്മളതൊന്ന് തെന്നി മാറിപ്പോവും. എന്നാലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് ആവർത്തനം തന്നെയാണല്ലോ, പുതിയതായിട്ടൊന്നുമില്ലല്ലോ. ഏതിലെങ്കിലും നമ്മുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ശ്രദ്ധ പതിയുന്നതിനെ മാത്രം അത് നഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാ? കുറച്ചു നേരമൊക്കെ ചിന്തിക്കും, അപ്പോഴേക്കും ഉള്ളുന്നൊരു വിളി വരും. ചിന്തിക്കുക, വേറെ പണിയൊന്നുമില്ല, അപ്പോഴേക്കും വിശക്കുന്നുണ്ട്, അവിടെ പോണം ഇവിടെ പോണം,
അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു, അല്ലെങ്കിൽ മൊബൈൽ വന്നു, അപ്പൊ സൗകര്യം കൂടുതലാണല്ലോ, അപ്പോഴേക്ക് വിളി വന്നു. ബാഹ്യമായ ഈ ഏഷണകൾ നമ്മെ ബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മളെ ചിന്ത എന്തായത് പോയി, അത് മറന്നു. പിന്നെ ചിന്തിക്കണമെങ്കിൽ പിന്നെയും വേണം കേൾക്കുക. എന്നാൽ ചിലര് എന്ത് ചെയ്യുന്നു? ഈ ഏഷണത്യാഗം കൊണ്ട് ത്യാഗേ നൈകേ അമൃതത്വമാനശു എന്ന് പറയുന്നു. ത്യാഗം കൊണ്ട് മാത്രം ചിലർ ഈ തലത്തെ പ്രാപിക്കുന്നു എന്ന് പറയാൻ കാരണം ഏഷണകളെ ഉപേക്ഷിച്ച സന്യാസിമാർ, ഏഷണാത്യാഗമാണ് സന്യാസം, കാഷായല്ല, അവർ ഏഷണാത്യാഗം ചെയ്തവര് എന്ത് ചെയ്യുന്നു? അതിനായിക്കൊണ്ട് ഈ ശ്രവണ മനന നിധ്യാസനങ്ങളുടെ മാത്രം വഴിയിലൂടെ പരമാവധി നമ്മൾ എത്ര കൊണ്ട് ലൗകികങ്ങളായ ചിന്തകളിലേക്ക് പ്രാധാന്യം കൊടുത്ത് പനി പിടിച്ചോടുന്നുവോ അത്രയും അവരെന്ത് ചെയ്യുന്നു? ആത്മചിന്തയ്ക്ക് വേണ്ടി ചെലവാക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്തിലേക്കാണോ ഓടുന്നത് അങ്ങനെയുള്ള ശ്രവണ മനന നിധ്യാസനത്തിലേക്ക് അവർ പോകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിൽ നമുക്കുള്ള ഉറപ്പ് അവർക്ക് അതിലുള്ള ഉറപ്പാകുന്നു. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ ഈ മാർഗം തന്നെ, ഈ ലക്ഷ്യം തന്നെയാണ് ഉറപ്പിക്കുന്നവർ ആ മാർഗത്തിനായിക്കൊണ്ട് പോകുന്നു. ഇത് അവർക്ക് മാത്രം ഉള്ളതൊന്നുമല്ല, ആർക്കും പറ്റും. പക്ഷെ കേട്ടതിനെ കുറിച്ച് മനനം ചെയ്യുന്നവൻ മനനാത് മുനി, മുനിനാമഭ്യഹം വ്യാസം എന്ന ഗീത. മുനിമാരിൽ ഞാൻ വ്യാസനാണ്. വ്യാസനെ പോലെ മിണ്ടിയ ആള് വേറല്ല. എന്നിട്ട് അയാളെ പറ്റി പറയണത് എന്ത്? അയാളാണ് മുനി. അപ്പൊ എന്തായിരിക്കും? മനനം ചെയ്ത ആളാണ് മുനി. അല്ലാത്ത മൗനം ബാലാന മൗനം, കുട്ടികളുടെ മൗനാണ്. വർത്തമാനം പറയുന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് ടീച്ചർ ചെന്ന സമയത്ത് എന്ത് ചെയ്തു? കുട്ടികളൊക്കെ മിണ്ടാതായി. അപ്പൊ ഉള്ളിൽ മിണ്ടണമെന്നുണ്ട്, ആരെയോ ഭയപ്പെട്ട് മിണ്ടാതിരിക്കുന്നത് പോലെ. അടക്കി വെക്കലല്ല, പിന്നെന്താണ്? ഈശ്വര വിചാരത്തിൽ നിന്ന് എന്താണ് ഈ കാണുന്നത്? ഈ കാണപ്പെടുന്ന ഈശ്വരൻ, ഈ കാണപ്പെടുന്ന ഈ ഇതെന്താണ് എന്ന് അന്വേഷിക്കുന്ന മനുഷ്യൻ, ഇവിടെ ഒരു നിയമക്രമം ഞാൻ കാണുന്നുവല്ലോ, നിയമമുണ്ടെങ്കിൽ അവശ്യം നിയാമകൻ കൂടിയല്ലേ തീരൂ. ഈ നിയാമകനെ അന്വേഷിക്കാനുള്ള ജീവിതം, അതിൽ നിന്ന് അപ്പൊ വീണ്ടും കേൾക്കുന്നു, വീണ്ടും കേൾക്കുന്നു, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വീണ്ടും നമ്മളിതിനെ വിചാരം ചെയ്യുന്നു. അപ്പൊ കേൾക്കുക എന്നുള്ളത് ഒരു സാധനയാണ്. കേൾക്കല് മാത്രമല്ല, കേൾക്കല് മാത്രമായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? തെറ്റെന്ന് പറഞ്ഞില്ല, പക്ഷെ കേൾക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ ഇത് മനനം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് കേൾക്കുക. ശ്രവണാതിഥി, ശ്രവണം തുടങ്ങിയവ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു സാധനയാണ്. കേട്ടുകൊണ്ട് തന്നെ അറിഞ്ഞാൽ മതി. കേൾക്കുന്ന ആള് ഒരു സാധനയാണെന്ന് പറയാൻ കാരണം എന്നെങ്കിലും എപ്പോഴെങ്കിലും അയാൾ മനനം ചെയ്യാതിരിക്കില്ല. പക്ഷെ തീവ്രവേഗാനാമാസന്ന, കയ്യിൽ തീക്കനൽ വന്ന് വീഴുന്ന സമയത്ത് അത് പെട്ടെന്ന് വലിക്കുന്നത് പോലെ സമയമില്ലല്ലോ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? കേട്ടതിനെ മനനം ചെയ്ത് ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ചിട്ട് മനന നിധിധ്യാസനത്തിലൂടെ ഉറപ്പിച്ചിട്ട് അങ്ങനെ ജ്വലിപ്പിക്കപ്പെട്ട ആ ജ്ഞാനാഗ്നി, നല്ലോണം ജ്വലിപ്പിക്കപ്പെട്ട ആ ജ്ഞാനാഗ്നി, ചൂട് പിടിക്കപ്പെട്ട ജീവൻ നല്ലോണം ചൂട് പിടിച്ചാൽ സംസ്കരിക്കപ്പെടും, ശുദ്ധമാക്കപ്പെടും. ഇതുപോലെ ചൂടാക്കുക, തപിപ്പിക്കലിനാണ് തപസ് എന്ന് പറയുന്നത്. അങ്ങനെ ആണ് ആര് മുക്തനാവുന്നത്? സർവബന്ധനങ്ങളിൽ നിന്നുമുള്ള മുക്തൻ, അജ്ഞാനമാകുന്ന ആവരണത്തിൽ നിന്നൊക്കെ മുക്തൻ. സർവ അജ്ഞാനം നീങ്ങുന്നത് കൊണ്ട് അയാൾ ഒന്നിനാലും ബന്ധിക്കപ്പെടുന്നില്ല. ജ്ഞാനം, ജ്ഞാനി ഒന്നിനാലും ബന്ധിക്കപ്പെടുന്നതല്ല, അയാളെ ബന്ധിക്കാൻ കിട്ടില്ല. എല്ലാം എൻ്റെതാണെന്ന് പറയുമ്പോഴും ഒന്നും എൻ്റേതല്ല എന്ന് അയാൾക്കുള്ളിൽ അറിയാം. ഈശ്വരൻ ദൂരെയാണെന്ന് പറയുമ്പോഴും അടുത്താണെന്ന് പറയുമ്പോഴും തന്നിൽ താനായി വർത്തിക്കുന്ന അതിനെ അയാൾ അറിഞ്ഞിരിക്കുന്നു. അത് സാക്ഷാത്കരിച്ചു എന്ന് പറയാൻ കഴിയില്ല. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ സംശയലേശനെ ഉറപ്പിക്കലിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മതത്വത്തെ താൻ തന്നെയായി തീർക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രവണം, മനനം, നിധിധ്യാസനം ഇവ മൂന്നും വേദാന്ത മാർഗാവലംബിയായ മുമുക്ഷുവിന്റെ അന്തരംഗ സാധനങ്ങളാണ്. അന്തരംഗ സാധനയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? സാധന ചതുഷ്ടയ സമ്പത്തി എന്ന ബഹിരംഗ സാധന കൊണ്ട് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ സാധനാ ചതുഷ്ടയ സമ്പന്നനായി ഉത്തമനായ ഒരു മുമുക്ഷു ബ്രഹ്മനിഷ്ഠനും ശ്രോത്രീയനും ആയ ഗുരുവിൽ നിന്ന് വിധി അനുസരിച്ച് വേദാന്ത മഹാവാക്യങ്ങൾ ശ്രവിക്കുന്നു. വിധി അനുസരിച്ച് ആരിൽ നിന്ന്? ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ബ്രഹ്മനിഷ്ഠനും ശ്രോത്രീയനുമായ ഗുരുനാഥനെ കിട്ടുമ്പോൾ ആർക്ക് കിട്ടും? അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. ഏതന്വേഷണവൻ? ഉൾപോക്കറ്റ്, ഈ അന്തരംഗ സാധന ശരിയായവൻ. ബാഹ്യമായിട്ട് ഞാൻ വലിയ സാധകനാണെന്ന് പറഞ്ഞിട്ട്
അന്തരംഗത്തിനുള്ളിൽ മറ്റു പല കാമക്രോധ ലോപമോഹങ്ങളുമാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ, എനിക്ക് ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ കിട്ടിയില്ലെങ്കിൽ അത് ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്റെ യോഗ്യതയായിരിക്കും, എന്റെ അർഹതയല്ലേ അത്. ഞാൻ എന്തിനെയാണോ ധ്യാനിക്കുന്നത് അത് ഞാൻ ആയിത്തീരും. അതിനുള്ള സാമഗ്രികളൊക്കെ ആരായി തരും? എനിക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ തന്നെയാണ് എന്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വേറെ ആരും നമുക്ക് എനിക്ക് അങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ഞാൻ അങ്ങനെ ആവാത്തതെന്നും ആർക്കും പറയാൻ വയ്യ. ആർക്കും ആരെയും പഴിക്കാൻ നോക്കിയില്ല, പറ്റില്ലല്ലോ. ചെയ്യോ? ചെയ്യരുത്. വേദാന്ത വിദ്യാർത്ഥി പോലും ആരെയും പഴിക്കുന്നില്ല. അത്രയാകുമ്പോഴേക്കും അയാൾ ഒരു വേദാന്ത വിദ്യാർത്ഥിയായി. തൻ്റെ കുറ്റങ്ങളെയും തൻ്റെ കുറവുകളെയും മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കാതാവുക എന്നുള്ളത് ഒരു വേദാന്ത വിദ്യാർത്ഥിയുടെ സ്വഭാവമാണ്. ഒരു ഭക്തന് പോലും പ്രാഥമികമായി വേണ്ടത് ഈ വിദ്യാഭ്യാസമാണ്. എന്നാൽ തന്നെ നന്നായി. എൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ മറ്റവൻ്റെ തലയിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ അയാൾ കാരനാണ് ഇങ്ങനെയാണ്. എല്ലാ ശാസ്ത്രങ്ങളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാലും നമ്മൾ കേൾക്കണില്ല. എൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ മറ്റുള്ളവരുടെ തലയിൽ. അല്ലേ? ഇപ്പൊ രാമായണം വായിക്കുന്ന ഒരാൾക്കും അത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും അയാള് ഈ കൈകേയിയാണ് മന്ദരയാണ് ഇവരൊക്കെയാണെന്നൊക്കെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റും. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കൈകേയി അല്ല, മന്ദരയല്ല, പിന്നെ ആരാ? പിന്നെ ഉറപ്പായി ഞാൻ കാരണം തന്നെയാണ്. ദശരഥനെ ബോധിച്ചാലും നമ്മൾ ബോധിച്ചില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ? അപ്പൊ താൻ കാരണം തന്നെയാണ് ഇത് ഉള്ളത്. അതായത് തൻ്റെ സർവ്വദോഷങ്ങൾക്കും കാരണം. അപ്പോൾ തന്നെ നേരെയാക്കി എടുക്കുക നല്ലത്. കണ്ണാടി കാണുമ്പോളവും തന്നെ രൂപമേറ്റം നന്നെന്ന് നിരൂപിച്ചു എത്രയും വിരൂപന്മാർ. കണ്ണാടി നന്നാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ണാടി അവനവനെ നന്നാക്കിയാൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിഫലനം നന്നാവും. ഇതാണ് പറയണത് എല്ലാ ശാസ്ത്രങ്ങളും. വേറെ ഒരു ശാസ്ത്രവും വേറെ പറയുന്നില്ല. പക്ഷേ ഇവിടെ തിരിച്ചാവുന്നു. അതുകൊണ്ട് സാധന എന്നുള്ളത് സാധിപ്പിക്കേണ്ടത് വേറെ ആരെയല്ല, താനാണ്. ഈശ്വരൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും എന്നൊക്കെ പല വിധത്തിൽ പറയും. നമുക്ക് വേണ്ടത് എത്തിച്ചേരും. വേണ്ടത് എത്തിച്ചേരുക എന്നുള്ളത് വേണ്ടതാക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരാണ്. ശിഷ്യ വിത്തോപഹാര ഗുരുഹു, ശിഷ്യ അജ്ഞാനം ദൂരീകരോതി ഗുരുഹു. രണ്ട് തരത്തിലുള്ള ഗുരുക്കന്മാർ ഉണ്ട്. ഏതായിരിക്കും എല്ലാ കാലത്തും കൂടുതൽ? വിത്തോപഹാര ഗുരു. എന്തുകൊണ്ട്? അങ്ങനെയുള്ളവരാണ് അധികം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ അല്ലാത്തവരെന്നുണ്ടാവുന്നോ അപ്പം മറ്റതുണ്ടാവും. ഒരു സൗരയൂഥത്തിന് ഒരു സൂര്യൻ മതി. 10 സൂര്യൻ ഉണ്ടായാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യത്തിനാണ് എല്ലാം. അത് തെറ്റില്ല, അത് ശരിയാക്കി എടുത്തോളൂ. അതേപോലെ എത്ര ആളുണ്ടോ അത്രയും ഗുരുക്കന്മാരും ഉണ്ടാവും. അതിനനുസൃതമായ ഗുരുക്കന്മാരുണ്ടാവും. അത് നമ്മുടെ യോഗ്യതയും അർഹതയും വെച്ച് നമ്മൾ അങ്ങോട്ട് എങ്ങനെയെങ്കിലും നടന്നെടുക്കും, എങ്ങനെയെങ്കിലും തട്ടി മാറ്റും. കാലനേമിയെ തിരിച്ചറിഞ്ഞ ഹനുമാനെ പോലെ കുറച്ചു കാലമൊക്കെ സാധകനാണെങ്കിൽ, ഉൾപോക്കറ്റ് നന്നെങ്കിൽ, ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ വേറെ ഒന്നും പഠിക്കണ്ട. എന്ത് പഠിച്ചോ എന്നുള്ളതല്ല അവിടെ യോഗ്യത. പിന്നെന്താണ്? ഉദ്ദേശശുദ്ധി ഉണ്ടോ? ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടോ? അതോ ഉള്ളിൽ മറ്റൊരു ഉദ്ദേശവും പുറമെ മറ്റൊരു ഉദ്ദേശവുമാണോ? എങ്കിൽ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഉദ്ദേശശുദ്ധി എന്നുള്ള ഒരൊറ്റ മാർക്ക് കൊണ്ട് ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമായ ഗുരുവിൽ നിന്ന് വിധി അനുസരിച്ച് വേദാന്ത മഹാവാക്യങ്ങൾ ശ്രവിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതൊക്കെ അറിയാണ് ഇതിനെ ശ്രവണം എന്ന് പറയുന്നു. ഈ വേദാന്ത മഹാവാക്യങ്ങളെ ശ്രവിക്കുന്നതിനാണ് ഇവിടെ ശ്രവണം എന്ന് പറയുന്നത്. പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചൂടെ എന്ന് വെച്ചാൽ ഇല്ല. പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചൂടെ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കുന്നവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകം പഠിപ്പിക്കാൻ ആർക്കും പറ്റും. ഇന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രഭാഷണം കേട്ടു. ശങ്കരാചാര്യസ്വാമികൾ സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ സർവകലാശാലയായിരുന്നു. കഷ്ടം തോന്നി. ശങ്കരാചാര്യസ്വാമികൾ സഞ്ചരിക്കുന്ന സർവകലാശാലയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ശങ്കരാചാര്യസ്വാമികൾക്ക് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. തെളിവായിട്ട് നിരത്തിയത് ശൂദ്രനോട് വഴിമാറിപ്പോവാൻ പറഞ്ഞു. അവസാനം ആ
സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോന്നു. ഒന്നിനും പോയില്ല. കാരണം അവരെ പോലെ നമ്മളാവണ്ടല്ലോ. ആർക്കും മനസ്സിലായിട്ടില്ല സത്യം. പക്ഷേ ഇത്രയും കേട്ടിരുന്നപ്പോൾ തോന്നി ഇനി മുന്നോട്ട് പോകണ്ട, ഇനി ഇവിടെ ഇരിക്കേണ്ടെന്ന്. അധ്യക്ഷനോട് പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അധ്യക്ഷനോട് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ചെയ്യാം? ചിലതൊന്നും കേട്ടിരിക്കാൻ ചിലപ്പോൾ തോന്നാറില്ല. നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഈ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റ് ക്ഷമിക്കാൻ വയ്യ. തെറ്റ് പറ്റാത്തവരാരാളുള്ളത്? എന്തൊക്കെ പറയുന്നുണ്ടാവും നമ്മളെ അബദ്ധങ്ങൾ നമുക്കറിയില്ല. വെളിച്ചത്ത് വെച്ചാലല്ലേ കലത്തിന്റെ ഓട്ട കാണും. പക്ഷെ ഇത് അറിയാതെ പറയണതല്ല. ഇത് എന്താണെന്നറിയില്ല. അതുകൊണ്ടാണ്. വേറെ ഒരു കാര്യം, കേട്ടത് മുഴുവൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനു മുമ്പ് നമ്മൾ മറ്റേ ഇതിനെ പറ്റി പറഞ്ഞു. ഇത് ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ കുറേയൊക്കെ മാറേണ്ട കാലം അടുത്തിട്ടുണ്ട്. സമൂഹം മാറുന്നുണ്ട്, സമൂഹത്തെ നയിക്കുന്നവർ മാറേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാറേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഈ കോഴീനെ വെട്ടുന്നതും മദ്യം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ക്ഷേത്രങ്ങളൊക്കെ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അത് കഴിഞ്ഞത് പറഞ്ഞു, മാറേണ്ടതുണ്ട്. കുമ്പളങ്ങ ഇങ്ങനെ മുറിക്കാറില്ല, കുമ്പളങ്ങ മറ്റേമാതിരി മുറിക്കേണ്ടത്. അതെന്തിനാ മുറിക്കണമെന്ന് വെച്ചാൽ നരബലി വരെ ഇവിടെ ഉണ്ടായിരുന്നു, മൃഗബലി അല്ല നരബലി വരെ ഉണ്ടായിരുന്നു. അപ്പൊ ആ തലത്തിലേക്ക് ഉയരണം എന്ന്. കുമ്പളങ്ങ ആണെങ്കിലും ഇതാണെന്ന് വിചാരിച്ച് മുറിച്ചാൽ തെറ്റ് തന്നെയാണ്. സങ്കല്പത്തിനാണ് മുഖ്യം. അപ്പൊ ഇങ്ങനെ കേട്ടത് മുഴുവൻ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പിന്നെ കേട്ടിരിക്കുക. ഇതൊക്കെ പലരും പറയാറുണ്ട്, നമ്മളും ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് പറയുന്നുണ്ടാവും. പക്ഷെ അതല്ല, ശങ്കരാചാര്യ സ്വാമികൾ സഞ്ചരിക്കുന്ന ലൈബ്രറിയാണെന്ന് പറഞ്ഞാൽ നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരാൾ പഠിപ്പിക്കണതല്ല. അങ്ങനെ നമുക്ക് ആചാര്യസ്വാമികളെ കാണാൻ പറ്റില്ല. ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആചിനോദി ശാസ്ത്രാണി ഇതി ആചാര്യൻ എന്നാണ്. പഠിപ്പിക്കുന്ന ആൾ ആചാര്യൻ എന്ന് പറഞ്ഞില്ല. തൻ്റെ ആചരണത്തിലൂടെയാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രസംഗം രണ്ടാമതേ ഉള്ളൂ. ഒരു ഗുരുനാഥനെ നമ്മൾ വിലയിരുത്തേണ്ടത് അയാളുടെ പ്രസംഗം കൊണ്ടോ അയാളുടെ ക്ലാസ് കൊണ്ടോ ഒന്നുമല്ല. എത്രയോ പ്രാവശ്യം ഈ വേദിയിൽ നമ്മൾ മുഴങ്ങി കേട്ടിട്ടുണ്ട് അല്ലേ? മറിച്ച് എന്താ വേണ്ടത്? അയാള് നമ്മളീ കാണുന്നതിനെ പിൻപറ്റി നമ്മൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് അയാളുടെ നിഷ്ഠ കാണാൻ പറ്റും. അയാളാണ് ബ്രഹ്മനിഷ്ഠൻ. സർവശാസ്ത്രവിധി അസമ്പ്രദായവിത്ത് മൂർഖവത് ഉപേക്ഷണീയാന്നാണ് പറഞ്ഞത്. അപ്പൊ ആചാര്യസ്വാമിയുടെ പേരിൽ പറയാൻ പറ്റൂ? സർവശാസ്ത്രവിധി, സർവശാസ്ത്രങ്ങളും പഠിച്ചവനാണെങ്കിലും സമ്പ്രദായവിത്ത് അല്ലെങ്കിൽ മൂർഖനെ പോലെ, മൂഢനെ പോലെ, ശരിയും തെറ്റും തിരിച്ചറിയാത്തവനെ പോലെ അവനെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞതാണ് ശാസ്ത്രം. അതെടുത്ത് ഉപയോഗിച്ച ആചാര്യസ്വാമിയുടെ പേരിൽ തന്നെ ആചാര്യസ്വാമികൾ മൂർഖനാണെന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗുരുനിന്ദ. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ ഒരൊറ്റ വാക്കുകൊണ്ടോ പോയത് കിട്ടും. ബാക്കി ഒന്നും നമ്മൾ ഇറങ്ങിപ്പോയില്ല. കാരണം അത് നിന്ദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ ചില വേദി ഒക്കെ നോക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൂട്ടിക്കാതിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ഇറങ്ങിപ്പോ ആരോട് ചോദിക്കാൻ? നമ്മളൊക്കെ ഒന്നല്ലേ? ഏതായാലും സർവശാസ്ത്രവിധി അസമ്പ്രദായമായിട്ട് മൂർഖവത്വം ഉപേക്ഷണീയം. അതുകൊണ്ട് പഠിപ്പിക്കണതല്ല. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ട. എന്ത് പഠിക്കണം? ഞാൻ പഠിച്ചതൊന്നും പഠനമല്ല എന്ന് മനസ്സിലായാൽ സാധകനായി. അപ്പൊ തുടങ്ങി എന്ത് നന്നാവാൻ തുടങ്ങി. ഇതുവരെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരു പഠനം ഉണ്ടായില്ല, ഒരു ഉപയോഗം എനിക്കുണ്ടായില്ല. അത് മനസ്സിലാക്കുമ്പോഴല്ലേ ശരിയായ പഠനത്തിലേക്ക് പോണത്. അതുകൊണ്ട് ഇതുവരെ പഠിച്ചതുകൊണ്ടൊന്നും എനിക്ക് ശാന്തി സമാധാനവും ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണല്ലോ വേറെന്തോ പഠിക്കാൻ പോണത്. എങ്കിൽ അത് പഠിക്കും. അപ്പോൾ എന്താണ്? ഇതുവരെ പഠിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുന്ന ഒരാൾ സാധകനായി. ശരി, അങ്ങനെയുള്ള ശ്രവണാദികളെ കൊണ്ട്, സാധന ചതുഷ്ടയ സമ്പത്തി കൊണ്ട്, ആ സമ്പത്ത് കൊണ്ട്, ബഹിരംഗ സാധന കൊണ്ട് ഉണ്ടാകേണ്ടതാണ് ഏത്? അന്തരംഗ സാധനകൾ. ശ്രവണം, മനനം, നിധിധ്യാസനം. ഒരാൾ പെട്ടെന്ന് പോയി ജപിച്ചിരുന്നത് കൊണ്ടൊന്നും അയാൾക്ക് ഈ നിധിധ്യാസനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് എത്താൻ കഴിയില്ല. നിരന്തരമായ ശ്രമം കൊണ്ട് സ്വാഭാവികമായി അതായിത്തീരും. കേട്ടതിനെ കുറിച്ച് മനനം ചെയ്യാം. മഹാവാക്യങ്ങൾ ഒന്നും തന്നെ ആവർത്തിക്കാനുള്ളതല്ല. തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്ന് ജപിച്ചിരിക്കേണ്ടതല്ല. അത് മനനം ചെയ്യേണ്ടതാണ്. അതേപോലെ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഇതൊന്നും
മനനം ചെയ്യേണ്ടതല്ല, ജപിക്കേണ്ടതാണ്. മനനം ചെയ്താൽ തെറ്റെന്ന് പറയുന്നില്ല. ഗായത്രി മന്ത്രം ജപിക്കുന്നു, അയാൾ മനനം ചെയ്തോളണമെന്നില്ല, ചെയ്താൽ തെറ്റല്ല, ചെയ്താൽ തെറ്റല്ല. പക്ഷെ ഗാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാളെ ഉയർത്തുന്നതാണത്. പക്ഷെ മറ്റത് അങ്ങനെയല്ല, ഒരിക്കലും ജപിക്കരുത്. ജപിക്കാനല്ല, പിന്നെ എന്തിനുള്ളതാ? അത് മനനം ചെയ്യാൻ. ഞാൻ ആരാണെന്ന് ബോധിക്കാനാണ്. എങ്ങനെ? ഞാൻ അതല്ല എന്ന് ബോധിച്ചവൻ. ഒരുപാട് കാലമായിട്ട് ഈ മധ്യാസ്തി മാംസം മലമൂത്രപാത്രമായ ദേഹമാണ് ഞാനെന്ന് ധരിച്ച ഒരു ജീവൻ എന്ത് ചെയ്യുന്നു? പിന്നെ അതല്ല 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 എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറയലിലൂടെ എന്ത് ചെയ്യുന്നു? താൻ അതാണെന്ന് ബോധിക്കും. കുറെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാനതായത്. പറയാന്നുള്ളതിന് ഉപലക്ഷണമായിട്ട് എടുക്കണം. അങ്ങനെ അങ്ങനെ ശ്രവണം മനനത്തിലേക്കും മനനം നിധിധ്യാസനത്തിലേക്കും എത്തിച്ചേരും. അല്ലാതെ ഞാനൊന്ന് വിചാരം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ വിചാരം ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വിചാരം ചെയ്യാം. വിചാരിക്കേണ്ടെന്ന് വിചാരിച്ച് വിചാരം ചെയ്യും. അപ്പൊ വിചാരത്തിന്റെ ദിശ ശരിയാവാൻ വേണ്ടി ശാസ്ത്ര ശ്രവണം അനിവാര്യമാണ്. ശ്രവിച്ച വാക്യങ്ങളുടെ അർത്ഥത്തെ വേദാന്താനുഗുണങ്ങളായ യുക്തികളോടുകൂടി നിരന്തരം വിചിന്തനം ചെയ്യണം. വേദാന്താനുഗുണങ്ങളായ യുക്തിയോടുകൂടി. യുക്തിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്, പക്ഷേ അനുഭവത്തിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഇല്ല. എന്നാൽ യുക്തി വേണം. പ്രത്യക്ഷവാദി അല്ല വേദാന്തി, യുക്തിവാദിയാണ്. ശരിയായ യുക്തിവാദി. പ്രത്യക്ഷമായിട്ട് കാണുന്നത് മാത്രം സത്യമാണെന്ന് വിചാരിക്കുന്ന ആളല്ല. അതിൻ്റെ അപ്പുറത്ത് എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അത് യുക്തിപൂർവം വേണ്ടത് സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യുന്ന ആളാണ് സാധകൻ. എല്ലാം അതേപടി സ്വീകരിക്കരുത് അല്ലേ? ചിലരുടെ മാനസികമായ തലമനുസരിച്ച് ചിലതൊക്കെ ശരിയാണെന്ന് തോന്നിയേക്കാം. ഒരാൾ പറഞ്ഞിട്ടുണ്ടായി, അയാള് ആചാര്യസ്വാമികൾ വിമാനത്തിൽ വന്നിറങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു, ഞാൻ മാനസരോവറിൽ പോയപ്പോൾ ഞാൻ അനന്തനെ കഴിച്ചു. അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു, ഞാൻ മുങ്ങിയപ്പോൾ എനിക്ക് വേദമൊക്കെ പ്രകടമായി. ഒക്കെ മാനസികത. മനസ്സിലായി? ഏത് വലിയ ആൾ പറഞ്ഞാലും ഏത് ചെറിയ ആൾ പറഞ്ഞാലും അത് യുക്തിപൂർവം വിചാരം ചെയ്യുന്ന വേദാന്തി ചോദ്യം ചെയ്യും. അത് വലിയ ആളാണല്ലോ, അയാൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാം. ബ്രഹ്മാവ് തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ, ഇപ്പോ ഉച്ചയ്ക്ക് 12 മണിയാണ് പറഞ്ഞാൽ ബ്രഹ്മാവ് അത് ബ്രഹ്മലോകത്താവും എന്നുള്ള പറയാനുള്ള തൻ്റെ ഇടവും ആർജവും എന്താ? വാൽമീകി രാമായണം ഉള്ള കാലത്ത് തന്നെ അത് പറഞ്ഞല്ലോ. യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാത് അഭി അന്യൽ തൃണം യുവത്യാജ്യം അപ്യുക്തം പത്മജന്മന എന്ന്. അപ്പൊ ഏറ്റവും വലിയ യുക്തിവാദി ആരാ? യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതവി അന്യത്രണം ഇവത്യാജ്യം അപ്യുക്തം പത്മജന്മന. യുക്തിയുക്തമായത് കൊച്ചുകുട്ടി വന്ന് പറഞ്ഞാലും വിശ്വസിക്കണം. യുക്തിരഹിതമായത് ബ്രഹ്മാവ് തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാലും തൃണമിവത്യാജ്യം. പക്ഷെ എല്ലാത്തിനെയും നമ്മൾ ചോദ്യം ചെയ്യാനൊന്നും പോണ്ട. അയാളുടെ മാനസിക തലത്തിൽ നിന്ന് പറയുമ്പോൾ അത് അയാൾക്ക് ഗുണം ചെയ്യുന്ന വെച്ചാൽ നമ്മളതിനെ എതിർക്കാൻ പോകണം, തർക്കിക്കാനൊന്നും വേണ്ട. പക്ഷെ നമ്മളത് വിശ്വസിക്കണം. അയാൾക്ക് വല്ല ഗുണം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കട്ടെ. പക്ഷേ അയാളുടെ വിശ്വാസത്തെ മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. വ്യക്തിപരമായി വിരോധം ഉണ്ടായിട്ടല്ല, ആശയപരമായി വിരോധം ഉള്ളത് കൊണ്ട്. അത് ഉണ്ടാവുമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്കൊരു യുക്തി ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു യുക്തി ഉണ്ടാവും. തൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് നോക്കിക്കാണുന്ന യുക്തിയാണത്. അയാൾ അതിനെ യുക്തി എന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ യുക്തിയും അവനവന്റെ ബുദ്ധിയിൽ വെച്ച് നോക്കുമ്പോൾ പരിമിതങ്ങളായിരിക്കും. എന്നാൽ അപരിമിതമായ അനുഭവാവസാനത്താത് എന്നുള്ള ആ തലത്തിലെത്തിയ ഒരു വിജ്ഞാനിയുടെ യുക്തിയെ നമുക്ക് പരിഗണിക്കാം. അല്ലാതെ പിന്നെ ഇതിനെ പരിഗണിക്കും? അല്ല, എന്നാലും ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ളവരുടെ യുക്തികൾക്ക് പ്രാധാന്യം കൊടുത്തു. യുക്തികൾ കൊണ്ട്, നിരന്തര ചിന്തകൾ കൊണ്ടും അവരുടെ വാക്യത്തെ. അതുകൊണ്ടാണ് വേദം എന്നുള്ളത് പുസ്തകമല്ല, മറിച്ച് എന്ത് വേണം? ഇയാൾ എനിക്ക് പറഞ്ഞു തരും. ഇയാളുടെ ആ യുക്തിയാവുന്ന മൂശയിലിട്ട് അല്ലേ പാകപ്പെടുത്തിയത് ഉണ്ടല്ലോ, അത് എനിക്ക് ഗുണകരമാകും. ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് അറിയില്ലെങ്കിലും ആ അധ്യാപകനെ ഞാൻ വിശ്വസിക്കല്ലാതെ വഴിയില്ല. അങ്ങനെ പരീക്ഷണശാലയിൽ പോയി അത് പരീക്ഷിച്ചറിഞ്ഞ് അറിയാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ, അതുണ്ടാവണം. അയാളെ വിശ്വാസം വേണ്ട. എല്ലാറ്റിനോട്ട് വിശ്വസിക്കാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വിജ്ഞാനികളെ എന്ന് നമ്മൾ സമൂഹമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ബോധ്യമുള്ള
അങ്ങനെയുള്ള ആളുടെ യുക്തിയെ നമ്മൾ പരിഗണിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അവിടെ വെക്കരുത് അയാളുടെ അടുത്ത് വെളിച്ചമുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് വെളിച്ചമില്ല, അയാൾ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടില്ല, നമ്മൾ പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ തണുക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് വെളിച്ചം വേണം. അതുകൊണ്ട് അതിനെ പരീക്ഷണങ്ങൾ അല്ലേ, അതായത് ഈ ലോകം അനിത്യമാണ്, അസുഖമാണ് എന്നൊക്കെ മനസ്സിലാക്കിയ വിജ്ഞാനി അത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ബോധ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ നിർവേദമായാത് നാസ്യാകൃതകൃതേന. ഈ ലോകങ്ങളെ പരീക്ഷിക്കാനുള്ള ഒരു അന്വേഷണം എന്നിൽ നിന്നുണ്ടായി. പരീക്ഷിച്ചിട്ട് വേണം തള്ളാനും കൊള്ളാനും. ഗുരുവിനെ അല്ല, ഗുരു പറഞ്ഞതിനെ പരീക്ഷിച്ചിട്ട് വേണം തള്ളാൻ. അതിലൊരു ദിശ ഉണ്ടാക്കി തരികയാണ്, അതിനെ കൊള്ളാൻ വേണ്ടിയും തള്ളാൻ വേണ്ടിയും. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട നിരന്തര അദ്വിതീയ ബ്രഹ്മാനുസന്ധാനത്തെ അന്യചിന്തകളുടെ പ്രതിബന്ധങ്ങൾ കൂടാതെ, അപ്പോഴേക്കും അന്യചിന്തകൾ കയറിക്കൊള്ളു, വേറെ പണിയൊന്നുമില്ല, ഇതും ചിന്തിച്ചിരിക്കുകയല്ലാതെ എന്നൊക്കെ തോന്നിയേക്കാം. നിങ്ങൾക്ക് വേറെ പണിയാണ്, അങ്ങനെ നമ്മൾ പറയില്ലേ, ഇത് പറഞ്ഞിരിക്കുന്ന ഒരു വട്ടന്മാരാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ വേറൊരു ഇപ്പൊ നാള് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, കാരണം കൂട്ടുകാരൊക്കെ അയാളോട് എപ്പോഴും പറയണത്രേ, കുറച്ചൊക്കെ കുടിക്കണം അപ്പോഴേ ഒരു ആണാവുള്ളൂ. അപ്പൊ ആണാവണമെങ്കിൽ ഇതൊക്കെ വേണം എന്നൊക്കെ പറയുന്ന, അപ്പൊ അയാൾക്ക് തോന്നുകയാണ് ശരിയാണല്ലോ, ഇതൊക്കെ കുടിച്ച് നടക്കുന്ന ആൾക്കാർ വലിയ കേമന്മാരായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ, കേമന്മാരായിട്ട് നടക്കുന്നുണ്ട്, അവർക്ക് സമൂഹത്തിൽ വലിയ കേമസ്ഥരൊക്കെ ചിലപ്പോൾ ഉണ്ട്, പകൽമാന്യന്മാരൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, അപ്പൊ എനിക്കും കുടിച്ചൂടെ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സിനിമാ നടന്മാരൊക്കെ ഉണ്ട്, അവരല്ലേ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്, അവര് പലപ്പോഴും കുടിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് എന്താ ഇതിൽ കുറവ്? അയാൾ ശ്രേഷ്ഠനാണെന്നില്ലെങ്കിലും അയാളുടെ നികൃഷ്ടതയൊന്നുമില്ലല്ലോ എന്നൊക്കെ പ്രത്യക്ഷമായിട്ട് അയാൾക്ക് തോന്നിയേക്കാം. അപ്പൊ അയാൾക്ക് തോന്നില്ലേ? എങ്ങനെയൊക്കെ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ചിന്തയിൽ നിന്ന് അന്യചിന്തകളുടെ പ്രതിബന്ധങ്ങൾ വന്നു പോയാൽ എന്തായിത്തീരും? അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി തൈലധാര പോലെ അത് നിലനിർത്തണം. തൈലധാര പോലെ. അവിടെ ഉപാസന എന്നുള്ള നിർവചനമായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചത്. ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിന്റെ ഭാഷ്യത്തിൽ ഇതിനെ നിർവഹിച്ചിട്ടുണ്ട്. 12-ാം അധ്യായം ഭക്തിയോഗം എന്ന് പേരിട്ടതിന്റെ ഭാഷ്യത്തിൽ എന്താണ് ഉപാസന എന്ന് പറഞ്ഞത്? ഉപാസനം നാമ യഥാശാസ്ത്രമർത്ഥസ്യ വിഷയീകരണേന എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? തൈലധാരാവത് സമാന പ്രത്യേക പ്രവാഹേണ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് ഇവിടെ സ്വാമിജി ഇറക്കിയ പുസ്തകം സനാതന ധർമ്മം എന്നുള്ള പുസ്തകത്തിലും അതിന് നിർവചനമുണ്ട്. തൈലധാര പോലെ, എണ്ണ ഒഴിക്കുന്നത് പോലെ, വെള്ളം ഒഴിക്കുന്നത് പോലെയല്ല, നിത്യം നിരന്തരം നൈരന്തര്യേണ, ഇടതടവില്ലാതെ, എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏറ്റക്കുറച്ചിലോടുകൂടിയല്ല, ചില കാലത്തോ ചില ദേശത്തോ അല്ല, ചൊവ്വാഴ്ചയല്ല, എന്നും എപ്പോഴും ഇടയ്ക്കൊക്കെ, ഇത് ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും, പിന്നെ കുറച്ച് കൂടുതൽ സമയം, പിന്നെ കുറച്ച് കൂടുതൽ സമയം, അങ്ങനെ ക്രമികമായി എന്ത് ചെയ്യണം? ഈ ചിന്തകളുടെ ആ ഏകധാരത, ഈ പ്രവാഹം നമ്മൾ ക്രമപ്പെടുത്തേണ്ടതാണ്. ക്രമം തെറ്റിയാൽ അക്രമമാവും. അതുകൊണ്ട് വെള്ളമൊഴിക്കണ പോലെ അല്ല, തൈര് ഒഴിക്കണ പോലെ. ഇന്ന് അരമണിക്കൂറാണെങ്കിൽ നാളെ അരമണിക്കൂർ. അപ്പൊ ചോദ്യം 1 മണിക്കൂറാക്കണ്ടേ? ക്രമികമായി. അല്ലാതെ ഒരു ദിവസത്തേക്ക് ഞായറാഴ്ചയാണ് സമയമുണ്ട്, ഇന്ന് 1 മണിക്കൂറാക്കാം, വേറെ ദിവസം സമയമില്ല അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് ആക്കാം, അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടും കൂടി ക്രമികമായുള്ള ഉയർച്ച. അങ്ങനെ തൈലധാര പോലെ നിലനിർത്തുമ്പോൾ അത് നിധിധ്യാസനമായി അത് കഴിഞ്ഞ് ആത്മാനുഭവം എവിടെ ഉണ്ടാവുക? ഇതൊക്കെ പുസ്തകമാണ് പറഞ്ഞു തരുന്നത്, അല്ലാതെ അനുഭവം ഉള്ള ഒരാള് അനുഭവം അല്ല പറയുന്നത്. ഒരനുഭവം ഒരാൾക്കും പറയാൻ വയ്യ. പോരാത്ത അയാൾ മൂകനും കൂടിയാണെങ്കിലോ എന്നൊരു ചോദ്യം നാരദ ഭക്തിസൂത്രം ചോദിക്കും. മൂകന്റെ അനുഭവം പോലെ അനുഭവം ഒരാൾക്കും പറയാൻ കഴിയില്ലെന്നിരിക്കെ, അത്യധികം വാചാലനായ ഒരാൾക്ക് പോലും തൻ്റെ അനുഭവത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെന്നിരിക്കെ, അയാൾ മിണ്ടാൻ വയ്യാത്ത ആളും കൂടിയാണെങ്കിലോ എന്നൊരു ചോദ്യം. അതുകൊണ്ട് അനുഭവ അവസാനത്താൽ ബ്രഹ്മവിജ്ഞാനസ്യ എന്നുള്ള ശ്രുതിയെ പിൻപറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ബ്രഹ്മാനുഭവം ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായി. അങ്ങനെയുള്ള ആ അനുഭവം എന്ത് ചെയ്യണം? എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ ഉറപ്പാണ് ഇത് അനുഭവം അല്ല. എന്നാൽ അയാള് ആ ആനുഭവികമായ തലത്തിനടുത്ത്, അല്ലെങ്കിൽ ആ അനുഭവികമായ തലത്തിൽ ഇരുന്നു കൊണ്ട്
ഒരാൾക്ക് എന്തെല്ലാം സ്വഭാവ ഗുണവിശേഷങ്ങൾ അയാൾക്ക് കൈമുതലായിട്ടുണ്ടോ അതിനെയാണ് അയാൾ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറയാണ് ആത്മാനുഭവം എന്നുള്ളത് എവിടെ ഉണ്ടാവേണ്ടത്? ആദ്യം കയ്യിലോ കണ്ണിലോ നാക്കിലോ മൂക്കിലോ ത്വക്കിലോ വാക്കിലോ അല്ല, പിന്നെ എവിടെയാ? ഹൃദയത്തിലാണ്. അവിടെ ഹൃദയം എന്നുള്ളതിന് രക്തം പമ്പ് ചെയ്യുന്ന സാധനം എന്നർത്ഥം എടുക്കരുത്. ഹൃദി ഇതി അയനം എന്നർത്ഥം എടുക്കണം. അന്ധകരണത്തിൽ എന്നർത്ഥം. അപ്പൊ അന്ധകരണത്തിൽ, അപ്പൊ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അന്ധകരണത്തിൽ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിൽ എന്താണോ നിർത്തി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത് എന്നൊന്നും അയാൾ ഉപദേശിക്കേണ്ടി വരില്ല. സിദ്ധന്റെ സിദ്ധി സാധകന്റെ സാധനയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ആ ഹൃദയ വിശുദ്ധി എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായി? ആത്മാനുഭവത്തിൽ നിന്ന്, ആത്മാനുസന്ധാനത്തിൽ നിന്നുണ്ടായ ആത്മാനുഭവത്തിൽ നിന്ന് ഒഴുകിയതാണ്. കലശപ്പാനിയിൽ വെള്ളം നിറച്ച് തന്നെ പുറമേക്ക് ഒഴുകുന്നത് പോലെ ഉള്ളിലുള്ള ആ വിജ്ഞാനത്തിൽ നിന്ന്. ഇത് പറയുമ്പോ ഇന്നലെ മറ്റേ ടി വിന്റെ മുന്നിൽ ഇരുന്നപ്പോ ഓരോരുത്തർ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞു. മറ്റേ കൊലപാതകത്തിനെ കുറിച്ച് അതിന്റെ ഒരു കോലാഹലങ്ങളാണ്. ആരും പറഞ്ഞില്ല, അത് പറഞ്ഞില്ല, മോഹൻലാൽ അങ്ങനെ പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞവരും പറയാത്തവരും തമ്മിലുള്ളത്. പക്ഷേ ഇവിടെ അതില് ഈ അപ്പോ ഓർമ്മ വന്നത് കം ഗാഥയതി ഹന്തികം എന്നുള്ളൊരു ഗീതാവാക്യമാണ്. കം ഗാഥയതി ഹന്തികം, ആര് ആരെ കൊല്ലിക്കും ഇതറിഞ്ഞാൽ. അപ്പൊ ഉള്ളിൽ ഈ ബ്രഹ്മവിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്ക് എന്ത് പ്രയോജനം? വല്ല എന്തെങ്കിലും പ്രയോജനം അനുസരിച്ച് മന്ദോപി പ്രവർത്തത. പ്രയോജനം ഇല്ലാത്ത കാര്യത്തിൽ മൂഢന്മാർ പോലും പ്രവർത്തിക്കാറില്ല. അപ്പോ ഒരാളെ നിന്ദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളെ വന്ദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഒരാളെ കൊല്ലിച്ചിട്ട്, അതൊക്കെയാണല്ലോ നടക്കുന്നത്. എന്ത് പ്രയോജനം എന്നുള്ളത് വ്യക്തമായി അറിയുന്ന ആ ഉള്ളിന്റെ ആ നിറവിൽ നിന്ന് വന്ന വാക്യങ്ങൾ. അക്കം ഗാഥയതി ഹന്തികം. പിന്നെ അതിനപ്പുറം പറയണം. പലപ്പോഴും ബോർഡ് കാണുന്നത് വേറെ തിരിച്ച. ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങൾ ആരെപ്പോ ചോദിച്ചത്? ഞാൻ കാട്ടിട്ടില്ല. ആര് ചോദിച്ചു? ആര് പറഞ്ഞു? നമ്മളാരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചോ നിങ്ങൾ ചെയ്തു, നമ്മൾ പറയാം. അതൊക്കെ അതിൻ്റെതായ വഴിക്കല്ലേ പോണത്. മിണ്ടാതിരിക്കുന്ന ആൾക്കാരും മിണ്ടാതിരിക്കാൻ അയക്കില്ല. നമ്മൾ ഞാൻ ചെയ്തിട്ടില്ല എന്നോ ഞാൻ ചെയ്തു എന്നോ അല്ലേ പറയുന്നുണ്ടോ? മിണ്ടാതിരിക്കണേ ഉള്ളൂ. മിണ്ടാതിരിക്കാനും പാടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആർജവം എന്നുള്ള വാക്കതിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള സംശയം. അത് ഈ ഒരുപാട് പ്രാവശ്യം കളവ് പറയുന്ന ഒരാൾക്ക് കളവ് അതേപോലെ ഈശാവാസ്യത്തിന്റെ ഭാഷ്യത്തിൽ ഇവിടെ ഇരുന്ന ഭാഷ്യം തന്നെ, ഇവിടെ എടുത്ത ഭാഷ്യത്തിൽ തന്നെ സ്വാമിജി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കൊച്ചിയില് ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ട് അല്ലേ, മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ആ മനസാക്ഷി എന്നുള്ളത് പ്രത്യേകാത്മാവാണെന്ന് സ്വാമിജി അവിടെ പറയുന്നുണ്ട്. മനസാക്ഷിയാണ് പ്രത്യേകാത്മാവ്. അതേസമയത്ത് തന്നെ ഈ പ്രത്യേകാത്മാവ് എന്നുള്ളത്, ഈ മനസാക്ഷി എന്നുള്ളത്, പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്താ? ആത്മാ, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിച്ചോളൂ. വ്യക്തിഗതമായി ചിന്തിക്കുമ്പോൾ അത് ആത്മാ എന്ന് പറയുന്നു. അതിനെ പ്രത്യേകാത്മാവെന്ന് പറയുന്നു. പ്രത്യേകാത്മാ ബ്രഹ്മമാണെന്ന് പഠിക്കുമ്പോൾ തന്നെ ആണോ എന്നൊരു ചോദ്യം ഒന്നുകൂടി അത് പരീക്ഷണ വിധേയമാക്കുന്നു. ഈ പ്രത്യേകാത്മാവ് കൊണ്ട് തന്നെയല്ലേ ഒരാൾ തെറ്റും ചെയ്യണത് എന്നൊരു ചോദ്യം. ഒരാൾ തെറ്റ് ചെയ്യണതും ഒരാൾ ശരി ചെയ്യുന്നതും, ഒരാൾ കൊല്ലണതും ഒരാൾ കൊല്ലാതിരിക്കുന്നതും എന്തുകൊണ്ടാണ്? അപ്പോൾ ആരായിരിക്കും? പ്രത്യേകാത്മാവ് ചെയ്യിക്കുന്നതാണെന്ന് പറയേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം. പ്രത്യേകാത്മാവ് അല്ലേ അത് ചെയ്യിക്കുന്നത്, അത് പറയിപ്പിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത് ചോദിച്ചത്. അപ്പൊ ഈ പ്രത്യേകാത്മാവ് എന്ന് പറയുന്നത് പോലും എന്താണ്? നിരന്തരമായ പരിശ്രമഫലമായി ആ പ്രത്യേകാത്മാവിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട്. എന്നിൽ നിന്നത് പറയണമെങ്കിൽ ഒരുപാട് സംസ്കാര വിശേഷങ്ങൾ, അത് ചിലപ്പോ ഈ പലതിനെയും കൊന്ന് ശീലിച്ചതായിരിക്കാം. അഭ്യാസം കൊണ്ട്, നിരന്തരമായ അഭ്യാസം കൊണ്ടാണല്ലോ ഓരോന്നും നേടുന്നത്. കൊല്ലുന്നതിലേറെ തിന്നുന്നതും ആവാം. അതാണല്ലോ ഗുരുദേവൻ പറഞ്ഞത്.
കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും ആർന്നിടയിലും കൊല്ലാവൃതം ഉത്തമമാണെങ്കിലും അത് തിന്നാവൃതമാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഇല്ലേ കുറെ ആൾക്കാർ അപ്പൊ ക്രമികമായി തിന്നുന്നവൻ കൊല്ലാൻ തുടങ്ങും. കൊല്ലുന്നവൻ പിന്നെ എന്ത് ചെയ്യും? പലതിനെയും കൊല്ലാൻ തുടങ്ങും. പിന്നെ അവിടെ പരിധികളില്ലാതാവും. എന്താ അങ്ങനെ കൊന്ന് അയാൾ പിശാചാവും, പൈശാചിക ഭാവമുള്ള ആളായി തീരും. അപ്പൊ അയാൾ പ്രവർത്തിക്കില്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ക്രമികമായ വർധനവോ ഉയർച്ച അയാൾക്കുണ്ട്. അങ്ങനെ തന്നെയാണ് ഇതുണ്ട്. ക്രമികമായ ഉയർച്ച ഇതിലുമുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്ന് മറച്ചിടാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തത് കേട്ടില്ലെങ്കിൽ ക്രമേണ നമ്മളും എന്തായിത്തീരും? ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളെ. ഏതൊരു കള്ളുടിയനോട് ചോദിച്ചോളൂ, അയാളും അതിനെ ന്യായീകരിക്കും. അങ്ങനെ നിത്യം കുടിക്കുന്ന ആള് പൊതുവെ ന്യായീകരിക്കില്ല. കാരണം കുറച്ചൊക്കെ നല്ലതാണെന്ന് പറയും. കുറച്ചൊക്കെ നല്ലതാണ്, പിന്നെ ആ കുറച്ചെന്താവും? കൂടും. ഇങ്ങനെ ഏതും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് പറഞ്ഞാലോ വേറെ പണിയൊന്നുമില്ല എന്ന് പറയും. അതുകൊണ്ട് ബ്രഹ്മഭാവം വന്നു ചേരുന്നു എന്നുള്ളത് വന്നു ചേരുകയല്ല, ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ്. ഇവിടെ പണി ആർക്കാ? ഈശ്വരനല്ല. ആർക്കാ? അതിലുള്ള എല്ലാ വകുപ്പുകളും എത്ര വഴികളാ പറഞ്ഞു തന്നത്? ഒന്നും രണ്ടും അല്ലല്ലോ. ഇതൊന്നും ബ്രഹ്മാനുഭവം ഉണ്ടാക്കാനല്ല, ഉള്ളതിനെ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഖ്യന്തി രണ്ടാവാം. മനുഷ്യനിൽ സ്വതവേ മനുഷ്യത്വമുണ്ട്. ആ ഉള്ളതിന് നിരന്തരമായ പ്രക്രിയ കൊണ്ട് മൂടപ്പെടുന്നു. പിന്നെ പ്രത്യേകാത്മാവ് പറയാതാവണം. ഏതൊരാൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും, ഒരു കളവ് ചെയ്യുന്ന ഒരാൾ കളവ് ചെയ്യാൻ പോകുമ്പോഴും അരുതേ എന്ന് അയാളോടും അന്ന് പറഞ്ഞിട്ടുണ്ടാവും. 1, 2, 3, 4, 5 പ്രാവശ്യമൊക്കെ പറയും. പിന്നെന്ത് ചെയ്യും? പറഞ്ഞാൽ കേൾക്കില്ല എന്ന് കണ്ടാ പിന്നെന്ത് ചെയ്യും? പറയില്ല. പറയൽ നിർത്തും. ആരാണത്? അതുപോലെ ഏത് മഹാമോശമായ കാര്യം ചെയ്യാൻ പോകുന്ന ഒരാൾക്കും ആദ്യം ഈ മനസാക്ഷിക്കുത്തുണ്ടായിട്ടുണ്ടാവും മനുഷ്യനാണെങ്കിൽ. പക്ഷെ പിന്നെന്തുണ്ടാവും? പിന്നെ അതൊക്കെ മാറും. ഏത് കൊട്ടേഷൻ സംഘത്തിലെ അംഗമായാലും ആദ്യമൊക്കെ ഉണ്ടാവും. പിന്നെന്തുണ്ടാവും? പിന്നെ അത് മാറും. ക്രമേണ എന്ത് ചെയ്യും? പറയാതാവും. പിന്നെ അയാൾ അതിൽ ആ ചക്രവ്യൂഹത്തിനുള്ളിൽ അയാളാണ് കുടുങ്ങിപ്പോകും. പിന്നെ അയാൾ എന്തായി? പിന്നെ അയാൾക്ക് തിരിച്ചു മാറാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ആ മാറലല്ല. ഏതാണ്? ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ചക്രങ്ങളെയും അത് ഭേദിക്കും. കെട്ടി 2 ഉണ്ട്. ഒന്ന് ഊരാ കുടുക്ക്, ഒന്ന് ഊരിന് കുടുക്ക് അല്ലേ? ഒരു കൊട്ടിനെ ഊരുന്നത് കെട്ടിയ പോലെ തോന്നും. ശ്രദ്ധനാണെന്ന് തോന്നും, അജ്ഞാനിയാണെന്ന് തോന്നും, മൂഢനാണെന്ന് തോന്നും. പക്ഷെ എന്തുണ്ടാവും? അയാളുടെ ഉള്ളിൽ നിന്ന് അന്തർധാരയായിട്ട് ഈ ഭാവത്തെ സൂക്ഷിക്കുമ്പോൾ ആ ബ്രഹ്മാനുഭവത്തിൽ നിന്ന് അയാളിൽ നിന്ന് ലോകം അയാളെ ഭയക്കുന്നില്ല. ലോകത്തിൽ നിന്ന് അയാൾക്ക് ഒരു ഭയവും ഇല്ല. അതാണ് അഭയമാണത്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അവിടെ സ്വാഭാവികമാണ്. സിദ്ധന്റെ സിദ്ധി സാധകന്റെ സാധനയാണ്. ഇത് പരിശ്രമിച്ച് നേടണം എന്നുള്ളതാണ്. പരിശ്രമിക്കാഞ്ഞാൽ നേടും എന്ത് എന്നുള്ളത് ചോദ്യം. ഇന്ന് നമുക്കിവിടെ ഇരുന്ന് പ്രസംഗിക്കാം, നാളെ അത് നാളെ ആരായിരിക്കാം? കുറച്ച് നാളെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കൊല്ലണില്ലെങ്കിലും കൊല്ലുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും കൊല്ലുണ്ടാവില്ല. അങ്ങനെ ക്രമേണ ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പരിഹരിച്ചു, വേറെ പണിയൊന്നുമില്ല. പക്ഷെ അതന്നെയാണ് നമ്മളെ ഇങ്ങനെ ആക്കണത്. ഇത് തന്നെയാണ് നമ്മളെ ഇങ്ങനെ ആക്കണത്. അപ്പൊ നിരന്തരമായ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ശ്രവണവും മനനവും നിധിധ്യാസനവും ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ എന്നുണ്ടാവും? അയാൾക്ക് നന്നാവാ എന്നൊക്കെ പറയുന്നത് വെറും ഭംഗിവാക്ക് മാത്രമാണ്. എന്നിട്ട് പറയാണ്, ജ്യോതിർമയനും ശുദ്ധനുമായ ഇവൻ ശരീരത്തിനുള്ളിലാണ്. ദോഷങ്ങൾ ക്ഷയിച്ചിട്ടുള്ള യതികൾ അവനെ കാണുന്നു എന്നുള്ള ശ്രുതിയുടെ താല്പര്യത്തെ തന്നെ ശ്ലോകത്തിൽ പറയുകയാണ് ചെയ്യുന്നത്, ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞതിനെ തന്നെ ഉള്ളിൽ കാണുന്നവൻ, ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്കും കാണും. ഉള്ളിലില്ലാത്തവന് പുറത്ത് കാണിക്കാൻ പറ്റും കുറച്ചൊക്കെ, പക്ഷെ അതൊക്കെ തിരിച്ചറിയും. അതങ്ങനെയല്ലേ? ഒരു സത്സംഗത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് ഒരാള് വേണമെങ്കിൽ അയാൾ കേട്ടതിനെ കുറിച്ച് സത്കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇയാളോടൊപ്പം എങ്ങനെയൊക്കെ പറയാമെന്ന് വിചാരിച്ച് അയാളുടെ പ്രശംസയോ അയാളുടെ സപ്പോർട്ട് വാങ്ങാൻ വേണ്ടി സംസാരിക്കും. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാണെന്നറിയില്ല, അറിയാതെ പോയിട്ട് ആരെങ്കിലും ദുഷിപ്പിക്കും. എന്നിട്ട് അയാൾ പിരിക്കും. പക്ഷേ ഈ ഉള്ളിലുള്ള ഒരാള് ഇപ്പൊ രാഷ്ട്രീയം പറയാൻ കൂടിയാലോ രാഷ്ട്രീയം പറഞ്ഞ് അവസാനം എവിടെ എത്തിക്കും? അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ദുഷിക്കാനുള്ളതിലും കൂടിന്ന് വരും. കൂടി എവിടെ എത്തും? അവസാനം എത്തിക്കും പാവട്ടോ, അല്ലെങ്കിൽ എന്നാലും കേൾക്കാവോ,
ചെയ്യേണ്ടി വന്നത്. അങ്ങനെ വരും. അവസാനം എന്തായിത്തീരും? ഈ ഇതൊക്കെ എങ്ങനെയാണെങ്കിലും അറിയില്ലായ്മ കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യും? അതിനെ വെറുക്കാറും, വ്യക്തിയെ വെറുക്കാറും, ചെയ്തികളെ വെറുക്കും, പാപത്തെ വെറുക്കും, പാപിയെ വെറുക്കും. അപ്പോൾ ഒരാളുടെ ഉള്ള് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? കഴിയുന്നവൻ സാധകനായി. കഴിഞ്ഞാൽ മാത്രം പോരാ, അങ്ങനെ വേണം സാധകൻ ആയിത്തീരാൻ, അതിനെ പിൻപറ്റി. അതാ പറഞ്ഞത്. അവിടെ സദാകാശോദിതോ ഹ്യാത്മാ ബോധഭാനുസ്തമോ ബഹൃത് സർവവ്യാപി സർവധാരി ഭാതി ഭാസയതേഖിലം. സർവവ്യാപിയും എല്ലാം ധരിക്കുന്നതുമായ ആത്മാവ് ജ്ഞാനസൂര്യനായി ഹൃദയാകാശത്തിൽ ഉദിച്ചുയർന്നിട്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്നു. സ്വയം പ്രകാശിക്കുന്ന ഏക വസ്തു ഏതാണ്? ആത്മാ. ആ ആത്മാ സ്വയം പ്രകാശകമാണ്, വേറെ ഒന്നുമല്ല ഇതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നറിഞ്ഞ് തന്നിൽ തന്നെ കൊണ്ട് അറിഞ്ഞിട്ട്, ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന സ്വയം പ്രകാശകമായ അതിനെ അറിഞ്ഞിട്ട്, അത് തന്നെയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് എന്നറിഞ്ഞ്, പ്രകാശങ്ങളിൽ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ് എന്നറിയപ്പെടുന്ന സൂര്യനെ പോലും പ്രകാശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? എനിക്ക്. ഇനി വേറൊരാൾ സഹായമാണ്. എന്നെ അറിയാൻ എനിക്ക് വേറൊരാൾ ആവശ്യമില്ല, സൂര്യനെ അറിയാൻ ആവശ്യമുണ്ട്. എന്താ? കണ്ണു വേണ്ടേ? കണ്ണുള്ളവനല്ലേ കാണുന്നുള്ളൂ. വെളിച്ചം വേണ്ടേ? വേണം. കിം ജ്യോതി തവ ഭാനുമാനഹനിമേ രാത്രോ പ്രദീപാധികം. അതവിടെ ചോദ്യം ഏകശ്ലോകിയില്. ആചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തെ ഗ്രന്ഥമായി ഗണിക്കപ്പെടുന്ന ഏകശ്ലോകി, അതിൽ ചോദ്യതാണ്. അതിനെ അറിയാൻ കൂടിയും വേറെ ചില ഉപായങ്ങൾ വേണം. പകല് സൂര്യനെ കാണുന്ന കണ്ണുകൊണ്ട്, രാത്രി കാണണമെങ്കിൽ ദീപത്തിന്റെ സഹായം വേണം എന്നൊക്കെ. പിന്നെയാണ് പറയുന്നത് ഞാനുള്ളത് കൊണ്ടാണെന്ന് അറിയുന്നത്. ഇവിടെ ഞാനെ അറിയാൻ, സൂര്യനെ അറിയാൻ എന്ത് വേണം? ഞാൻ വേണം. എന്നെ അറിയാനോ? സൂര്യൻ വേണ്ട. അങ്ങനെ സ്വയം പ്രകാശകമായിരിക്കുന്ന ആ തത്വത്തെ, അതേതാണ്? അത് സർവ്വവ്യാപിയാണെന്ന് അറിയും കൂടി വേണം. സർവ്വവ്യാപിയും എല്ലാം ധരിക്കുന്നതുമായ ആത്മാവ് അത് തന്നെയാണ് സൂര്യനായി ഹൃദയാകാശത്തിൽ ഉദിച്ചുയരുന്നത്, ജ്ഞാനസൂര്യൻ. ഈ സൂര്യൻ ഉദിച്ചാൽ അതിന് അസ്തമയമില്ല. ബ്രഹ്മാനുഭവിയുടെ ആ അനുഭവികമായ തലത്തെ പറയാൻ ശ്രമിക്കുക ചെയ്യരുത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവിക്ക് കർത്തവ്യാകർത്തവ്യങ്ങളില്ല, അയാൾ നിന്ദാസ്തുതികളില്ല. അയാളിൽ നിന്ന് ഒരു ചെയ്തിയും ലോകത്തിന് ഉപകാരവും എന്ന് പറയുന്നത് സൂര്യൻ നമ്മെ പ്രകാശിപ്പിക്കുന്നു എന്ന പോലെ, ഈ ഫാന് നമുക്ക് കാറ്റ് തരുന്നതെന്ന് പോലെ പറഞ്ഞ പോലെയാണ്. അതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിന് അനുഗ്രഹം, അവരുടെ അനുഗ്രഹം, അവരുടെ നിഗ്രഹം ഉണ്ടോ? ഇല്ല. രണ്ടും ഒരേപോലെയാണ്. അപ്പോ ആ ഒരു ജ്ഞാന സൂര്യൻ ഉദിച്ചുയർന്നാൽ അതിന് സൂര്യന് അസ്തമയമുണ്ടോ? നമ്മുടെ ദൃഷ്ടിയിലുണ്ട്. സൂര്യന് ഉദയമുണ്ടോ? ഉണ്ട്. ഉദയം ഉണ്ടെങ്കിൽ അസ്തമയമുണ്ട്. ഉദയവും അസ്തമയവും ഉണ്ടെങ്കിൽ സന്ധ്യയില്ലേ? രാത്രിയും പകലുണ്ടെങ്കിൽ രാത്രിയും പകലും കൂടിച്ചേരുന്ന സന്ധ്യതീതി, സന്ധ്യ എന്ന അർത്ഥത്തിൽ സന്ധ്യയുണ്ടല്ലോ. പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും ഉണ്ടല്ലോ. എങ്കിൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കണ്ടേ? കൂട്ടി യോജിപ്പിക്കാൻ വിളക്ക് കത്തിക്കണ്ടേ? വേണ്ടേ? ഒക്കെ വേണ്ടേ? തമസോമ ജ്യോതിർഗമയ എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. വേണ്ടേ? ഒക്കെ വേണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ജ്ഞാനസൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് സ്വയമാണെന്നറിയുമ്പോൾ, സൂര്യനെ സംബന്ധിച്ച് രാത്രിയും പകലും ഇല്ലല്ലോ, നമ്മളെ സംബന്ധിച്ചല്ലോ. അതേപോലെ ജ്ഞാനസൂര്യൻ ഉദിച്ചുയർന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും കർത്തവ്യങ്ങളുണ്ടോ? ഇല്ല. അതുപോലെ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഉദയാസ്തമയം ഉണ്ടെങ്കിൽ സന്ധ്യയുണ്ട്. സന്ധ്യയുള്ളതുകൊണ്ടുണ്ട് സന്ധ്യാവന്ദനാദികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം. സാധകൻ സിദ്ധനല്ല, സാധകൻ സാധന ചെയ്യണം. സിദ്ധന് സാധന ചെയ്യണ്ട. അയാൾക്കത് സ്വാഭാവികമായിരിക്കാം, നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം. അയാളുടെ ആ പ്രസാദം, അയാളുടെ ആ അനുഭവം, അയാളുടെ ആ അന്തർധാര, ആ ഇതുണ്ടല്ലോ, ഇത് സഹസ്രാരത്തിൽ നിന്ന് ഒഴുകുന്ന ജ്ഞാനധാര, അതെന്ത് ചെയ്യുന്നു? അത് നുകരാൻ നമുക്ക് എന്ത് വേണം? അതിനുള്ള യോഗ്യത നേടിയെടുക്കാൻ നമുക്കും ഇത് സാധന ആവശ്യമാണ്. അതുകൊണ്ട് മോക്ഷമാണ് പരമപുരുഷാർത്ഥമെന്നും സർവകർമ്മങ്ങളെയും പരിത്യജിച്ച് ആത്മജ്ഞാന ശരണനായാൽ അത് സിദ്ധിക്കുമെന്നും നിഗമന രൂപത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആചാര്യശാസ്ത്രത്തെ ഉപസംഹരിക്കുന്നു.
എന്താ പറഞ്ഞത്? മോക്ഷമാണ് പരമപുരുഷാർത്ഥം എന്ന ലക്ഷ്യം. ലക്ഷ്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പരമപുരുഷാർത്ഥം, പുരുഷാർത്ഥം പുരുഷനാൽ അർത്ഥ്യതേ ഇതി പുരുഷാർത്ഥം. പുരുഷനാൽ അർത്ഥിക്കേണ്ടത്